ഞാൻ പാലാ രൂപത കുരിശിത്താന ഇടവകയിൽ നിന്ന് വരുന്നു. ദീപികാരുണ്യ സൗഖ്യ ആരാധന വഴി എനിക്ക് ലഭിച്ച ഐങ്കര്യങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമതായിട്ട് ഇതെൻ്റെ ഭാര്യ അന്നക്കുട്ടി, എൻ്റെ മോൻ ടോംസൺ. ഒന്നാമതായിട്ട് എൻ്റെ മോൻ വിവാഹ ആലോചന നടത്തിയിട്ട് 4-5 വർഷം ആലോചന നടത്തും, വിവാഹം നടക്കുന്നില്ലായിരുന്നു. സൗഖ്യാരാധന കൂടുകയും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തതിന് ഫലമായിട്ട് നല്ലൊരു ജീവിതസഖ്യം നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇവൻ BSc നേഴ്സാണ്. ഇവൻ്റെ കേരള നേഴ്സിംഗ് കൗൺസിലിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാനായി കൊടുത്തിട്ട് 4 മാസം കൊണ്ടൊക്കെ സാധാരണ കിട്ടുന്നതാണ്. ഇത് 1 വർഷമായിട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കി കിട്ടുന്നില്ല. അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു, ആരാധന നിരന്തരമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെയൊക്കെ അച്ഛൻ്റെ അടുത്ത് സഹായം അപേക്ഷിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഉടനെ തന്നെ ആ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോൻ ഏഡൻ 2 വയസ്സുള്ള കുട്ടിയാണ്. അവന് പനി വരുമ്പോൾ ഒക്കെ ഫിറ്റ്സ് എന്ന രോഗം ഉണ്ടാകുമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ സഹായം അപേക്ഷിച്ചു. ഇപ്പോൾ 6 മാസമായിട്ട് ഇന്ന് വരെ പനിയുമില്ല, ഫിറ്റ്സ് എന്ന രോഗമൊക്കെ മാറിക്കിട്ടി. ഇന്ന് വരെ ഒരു പനി പോലും 6 മാസത്തിനിടയ്ക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ ഭാര്യ അന്നക്കുട്ടിക്ക് നടുവേദനയായിരുന്നു. കുനിയാനും നൂരാനും ജോലി ചെയ്യാനും പറ്റുകയില്ലായിരുന്നു. സൗഖ്യ ആരാധനയിൽ നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. ജോലിയൊക്കെ ചെയ്യുന്നതിന് നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ജെറുസലേം നാഥിക്കും ജെറുസലേം നാഥനും 1000 നന്ദി പറയുന്നു. അതുപോലൊപ്പം ഞങ്ങൾക്ക് എപ്പോഴൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഉത്തരം നൽകി, ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ഞങ്ങൾക്ക് പോസിറ്റീവ് ചിന്തകളെല്ലാം നൽകി ഞങ്ങളെ എപ്പോഴും ആശ്വസിക്കുകയും ചെയ്യുന്ന കാനാട്ടത്തിനും ടീം അംഗങ്ങൾക്കും 1000 നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.